സോ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു റീസ്റ്റോറേഷൻ ആണ് കേട്ടോ. സാംസങ്ങിൻ്റെ, അതായത് സാംസങ് ഫോണിൻ്റെ J1 എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ കുറച്ച് ഓൾഡ് മോഡലാണ്, എന്നാലും നമ്മളിന്ന് റീസ്റ്റോർ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ വീഡിയോ കുറേ ഷെയ്ക്കിംഗ് ഒക്കെ ഉണ്ടാവും, അത് നിങ്ങൾ കാര്യമാക്കണ്ട, കാരണം ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതുണ്ടോ, നമ്മളെ താഴത്തെ വീട്ടിൽ നിന്ന് എനിക്കൊരു ഫോൺ നന്നാക്കാൻ തന്നാണ് കേട്ടോ. അപ്പോൾ ഇത് സാംസങ്ങിൻ്റെ ഒരു ഫോണാണ്. അത് പുസ്തകം പോലെ തുറന്നു വരുന്നുണ്ട്, കണ്ടോ? എളുപ്പം ഇതിൻ്റെ പശയൊക്കെ പോയിക്കുന്നേ. പിന്നെ ഈ ഇവിടെ ഉണ്ടായിന മറ്റേ നമ്മളെ ബാക്ക് അടിക്കുന്ന ആ ഒരു ഓപ്ഷൻ അല്ലേ, അതിൻ്റെ ആ ടച്ചാണ് ഇവിടെ ഇളകി കയ്യിൽ പോരുന്നുണ്ട്. ടച്ച് സിമ്പിൾ സെറ്റിംഗ് ആണ്, കണ്ടോ? ഡിസ്പ്ലേ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നല്ല, കണ്ടോ? അതാണ് ഇങ്ങനെയാണുള്ളത്. ഇത് ഈ രീതിക്കാട്ടോ നിൽക്കുക. ഇത് നമ്മളിവിടെ ഉണ്ടായിരുന്ന സ്വിച്ച് ആണെങ്കിൽ ഒരു പ്ലേറ്റിംഗ് പോലെ ഉണ്ട്, അതൊക്കെ ഇളകിപ്പോയിക്കുന്നു. എന്തായാലും ഇതൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ പ്രശ്നം എന്താ നമ്മൾ നോക്കിയില്ല, അപ്പോൾ നോക്ക്. ഇത് താഴത്തെ മാമി, അതായത് ഞാൻ മാമീന്ന് കേട്ടോ വിളിക്കല്. മാമി പറഞ്ഞേ ഇതിന് ചാർജ് കുത്തിയിട്ട് ഓൺ ആവുന്നുണ്ട്, പിന്നെ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പാതി പൊട്ടൽ കുറഞ്ഞിട്ടു. ഇത് നമ്മൾ ഈ മോളത്തെ ടെമ്പേർഡ് ഗ്ലാസ് എടുത്ത് കളഞ്ഞാൽ ഉള്ളിലത്തെ ഡിസ്പ്ലേ ഗ്ലാസ് അവിടെ നിന്നോട്ടെ, പുറമൊട്ടിക്കുന്ന ഗ്ലാസ്സാണ് കേട്ടോ. ഇത് ഒക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുത്ത് കളയാം. ഗ്ലാസ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്തൊരു പശ ഉണ്ട് കേട്ടോ മുകളിൽ, ഒരു ലെയർ പശ. അങ്ങനെ എടുത്ത് കളയാം. സാറ്റിസ്ഫിക്കേഷൻ ഉണ്ട്. ഇത് കുറച്ച് പഴയ മോഡലാണ്, 1 GB 2 GB ഉണ്ടാവുള്ളൂ. കുറേ പൊട്ടലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഈ സാധനമുള്ള എന്നെ കൊണ്ട് ഒരു ഗ്രിപ്പ് കൂടുതലായിട്ടൊന്നും നീങ്ങുന്നില്ല. നാട്ടോ എടുത്ത് കളയുന്നു. വേറെ സ്ക്രീൻ ഒട്ടിക്കാൻ പറയാം അതിന്, ചിലപ്പോൾ കിട്ടാനേ സാധ്യതയുള്ളൂ. കുറച്ച് പഴയ മോഡലാണ് ഈ ഫോണ്. ഇനി ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണോ. ഇതിന് എന്താ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതിനുള്ള ഒരു ജസ്റ്റ് ഒരു സിംഗിൾ ക്യാമറ ബാക്ക്, ലൈറ്റും മൈക്ക് സ്പീക്കറും, ബാറ്ററി എടുക്കാം ഉണ്ടോ. ഇതൊരു സാധാ ഒരു ചെറിയ ബാറ്ററിയാണ്. കുറച്ചൊന്ന് ബൾജായി നിൽക്കുന്നുണ്ട്, കുറച്ച്. ഇതുണ്ടോ, കാണിച്ചു തരാം. ഉണ്ടോ, ബൾജായി നിൽക്കുന്നതിനെ കൊണ്ടാണ് കേട്ടോ അങ്ങനെ കറങ്ങുന്നത്. സിമ്മ് 2 എണ്ണം കാണിക്കുന്നുണ്ട്, 1ഉം 2ഉം. മെമ്മറി കാർഡ് മെമ്മറി കാർഡിൻ്റെ സ്ലോട്ടാന്ന് തോന്നുന്നത്. എന്തായാലും ഒന്ന് തുറക്കട്ടെ, അല്ലെ നമുക്കൊന്ന് ചാർജ് ചെയ്തിട്ട് എന്താ അവസ്ഥ എന്ന് നോക്കാം. ബാറ്ററീൻ്റെ കുഴപ്പം മാത്രമാണോ? ഡിസ്പ്ലേ ഓക്കെയാണ്, ഡിസ്പ്ലേയിൽ വേറെ ഒന്നും കാണിക്കുന്നില്ല. ഇത് വേറെ പൊട്ടിയതുപോലെയോ അല്ലെ ഫ്ലിക്കറിങ് ആവുന്നതൊന്നുമില്ല. അപ്പോൾ ഡിസ്പ്ലേ ഏകദേശം ഓക്കെ ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ ചാർജിൻ്റെ നോക്കിയപ്പോഴേ ചാർജ് 50 എന്നൊക്കെ കാണിക്കുന്നുണ്ട്, 50 30 അങ്ങനെയാണ് കാണിച്ചത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്ക് ചാർജ് കുത്തി വെക്കാം. ഗൈസ്, നമ്മൾ പവർ ബാങ്കിലേക്ക് നേരിട്ട് നമ്മളെ ഫോൺ കുത്തിയിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മൾ റീസ്റ്റോർ ചെയ്ത പവർ ബാങ്കാണിത്, സ്ക്രാപ്പ് ഷോപ്പിൽ നിന്ന്. അപ്പോൾ ഈ സാംസങ് എന്ന് പറഞ്ഞിട്ട് ലോഗോയിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓരോ ട്രിക്കൊക്കെ നോക്കിയപ്പോൾ ലാസ്റ്റ് ആണ് ഓണായി വന്നത്. ലാസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ലാസ്റ്റിലേക്ക്. അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോ കണ്ടോ. ഇത് J1 എന്നൊക്കെ കാണിക്കും, ഇത് ഓണായി വന്നിട്ട്. പക്ഷെ ഇപ്പോൾ ഒന്നും കാണിക്കാണ്ട് സ്റ്റക്കായി നിന്നാണ് കേട്ടോ. അപ്പോൾ ചാർജ് കുത്തുമ്പോൾ ഒന്ന് വർക്കാവുന്നുണ്ട്. മാമി പറഞ്ഞത് ബാറ്ററീൻ്റെ കുഴപ്പമാണെന്നാണ്, അത് മാത്രമായിരുന്നില്ല. ഡിസ്പ്ലേൻ്റെ കുറച്ചൊന്നൊരു ലാഗ് ഉണ്ട്, ലാഗല്ല, ചെറിയ എന്തൊരു പ്രശ്നം. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ കുറേ ഡസ്റ്റും ഉണ്ട്. എന്തെങ്കിലും സാഹചര്യത്തിൽ ക്യാമറ ആവശ്യം വരുമല്ലോ. അപ്പോൾ ക്യാമറയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തേക്കാം. ഇതുണ്ടോ, ഫുള്ള് ചളിയാണ്, ചളി പോലെ പിടിച്ചെടുക്കുന്നുണ്ട്. ഈ അടുത്തുള്ള ഫോണൊന്നുമല്ല, ഒരു 4-5 വർഷമായി, അല്ല 2-3 വർഷമായി. സൈഡൊക്കെ ചളി, മുകളിലൊക്കെ ചളി. സ്വിച്ചിൻ്റെ ഉള്ളൊന്ന് അയച്ചതിന് ശേഷം ഇതിൻ്റെ അത് പ്ലേറ്റിംഗ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, കാരണം ഇവിടെ സ്വിച്ച് വർക്കാവുന്നില്ല. ഈ ബോർഡൊന്ന്, അതായത് ഈ ഭാഗം ഒന്ന് അയച്ചെടുക്കാം.
ഗൈസ് അപ്പോൾ നമ്മൾ കുറച്ച് പെട്രോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പെട്രോൾ അപ്പോൾ പെട്രോൾ കൊണ്ടുള്ള യൂസ് എന്ന് പറയുമ്പോൾ ഫ്യൂവലായിട്ട് മാത്രമല്ല വേറൊരു പരിപാടിയുണ്ട്. മൂടി നടക്കട്ടെ. പെട്രോളിനെ കൊണ്ടുള്ള യൂസ് ഫ്യൂവലായിട്ട് മാത്രമല്ല, അതിന് കുറച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. നല്ല ക്ലീൻ ചെയ്യുക. ഇത് നിങ്ങൾ ഞാൻ വീഡിയോ പിടിക്കുന്നതിനെ ക്ലീൻ ചെയ്യാൻ പറ്റില്ല. എന്തായാലും കുറച്ച് കണ്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ സാംസങ്ങിൻ്റെ ഒക്കെ ഈ സൈഡിലുണ്ടായിരുന്ന കുറേ പശകളുണ്ടായിരുന്നു. അതിൻ്റെ ഗ്ലൂ ഇപ്പോൾ ഗ്ലാസ് ഒട്ടിക്കാനുള്ളതാണ് കേട്ടോ. സൈഡിലൊക്കെ ഒട്ടിക്കാനുള്ളതിനും ഒക്കെ നമുക്ക് റിമൂവ് ചെയ്താലേ വീണ്ടും അടുത്ത പശ ഒട്ടിക്കാൻ പറ്റൂ. ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഉൾഭാഗമൊക്കെ അത്യാവശ്യം ഡിസ്പ്ലേൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, ഇനി ഇതാ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പെട്രോളൊന്ന് ബ്രഷിലാക്കൂ. അതിന് ശേഷം ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. അപ്പോൾ ഇവിടെ ഏകദേശം ഒന്ന് ക്ലീൻ ആക്കി. ഇതുണ്ടോ, ഇതേപോലത്തെ കുറേ പശയാണ് കേട്ടോ അത് ഉണ്ടാവുക. നമ്മൾ തേച്ച് വെക്കാം. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഒന്ന് ക്ലീൻ ചെയ്താണ്, എന്നാലും കുറച്ചും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട്. ഇവിടെയൊക്കെ പശ ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലത്തെ ഒരു ടൂൾ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്താണ്. എന്തായാലും ബ്രഷ് വെച്ചൊന്ന് നൈസായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുക. ഗൈസ്, പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറയുമ്പോൾ, നമ്മൾ ഈ മദർ ബോർഡിനൊക്കെ ഉണ്ടാവുമല്ലോ ചെറുതായിട്ട് എവിടെയെങ്കിലൊക്കെ ക്ലാ പിടിച്ച് കിടക്കുന്നുണ്ടാവും. ഒന്നെങ്കിൽ അതിൻ്റെ കപ്പാസിറ്ററിലോ അല്ലെങ്കിൽ അതിൻ്റെ സർക്യൂട്ട് പോകുന്ന എവിടെയെങ്കിലുമൊക്കെ. അത് നമുക്ക് വേണമെങ്കിൽ ഈ പെട്രോളോ ഈ ബ്രഷൊക്കെ യൂസ് ചെയ്ത് നല്ല ക്ലീൻ ചെയ്ത് മാറിക്കിട്ടും. അറിയില്ലെങ്കിൽ ഒന്ന് പറഞ്ഞെന്നാണ്. ഓക്കെ, ബൈ ഗൈസ്. അങ്ങനെ നമ്മളുടെ സാംസങ് J1 അങ്ങനെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ പണിയൊന്നല്ല ഇതിനുണ്ടതിന്. അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് നന്നാക്കിയെടുത്തത്. അപ്പോൾ ഇതിനാണെങ്കിൽ കോളിങ്ങിനാണ് കേട്ടോ യൂസ് ആക്കണം എന്ന് പറഞ്ഞേ. അതുകൊണ്ട് നമ്മൾ ക്യാമറ ഒന്നും ആക്കിയില്ല. പിന്നെ ആണെങ്കിൽ ഇത് കുറേ ചളി ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്ത്. അതായത് പൊടിയൊക്കെ ഇതിൻ്റെ പശയിലൊക്കെ ഒട്ടിപ്പിടിച്ച് നിൽക്കാനും. അതൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ ഈ മദർ ബോർഡിലേക്ക് സ്വിച്ചൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്ത്. നമ്മുടെ അടുത്ത് അതിന് പ്രോപ്പർ സാധനങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയാണ് നമ്മളെ വീഡിയോയിൽ കുറേ ഏറെ ഷെയ്ക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ടാവും. അതൊന്നും കാര്യമാക്കരുത്. കാരണം നമ്മൾ അത് ഒന്നാമത് നന്നാക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് വീഡിയോ പിടിക്കുന്നത്, അതുകൊണ്ടാണ്. പിന്നെ ഇത് ഡയലിങ്ങിനൊന്നും ഒരു കുഴപ്പമില്ല. ചെറുതായിട്ട് ഇടയ്ക്കൊക്കെ എറർ വരുന്നുണ്ട്. സിം ഇല്ലാത്തതിൻ്റെ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഡയൽ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ലാഗൊക്കെ ഞാൻ പോക്കിയപ്പോൾ ഇത് ലേശം സ്റ്റോറേജ് ഒന്ന് കുറച്ചപ്പോൾ. ഗായ്സ്, നമ്മൾ ഈ ഫോൺ തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഡയൽ ചെയ്ത് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. കണ്ടോ, നല്ല സ്മൂത്തായിട്ട് വർക്കാവും. ഒരു ഗ്ലിച്ചോ ലാഗോ അല്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.